എല്ലാവർക്കും ആർട്ട് മോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫഹദ് ഫാസിലിനെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പെൻസിൽ ഡ്രോയിങ് ഈസി ആയിട്ട് ചെയ്യുന്നതിന് ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രോയിങ് ഗ്രിഡ് മേക്കർ. അത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഫോട്ടോസിൽ നിന്ന് ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ഫോട്ടോയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഗ്രിഡുകൾ കാണും. നമ്മളത് സ്ക്വയർ എന്ന് പറഞ്ഞ ബോക്സിൽ ടിക്ക് എഴുതി കൊടുക്കുക. റോസ് എന്നുള്ളത് 5 കിടക്കുന്നത്, അത് നമ്മൾ 10 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്രിഡ് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രിഡാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഫോട്ടോ നോക്കി ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എത്ര ഗ്രിഡുകൾ വേണമെന്ന് ഫോട്ടോ നോക്കി ചിട്ടപ്പെടുത്തുക. അതിനുശേഷം ഞാനിവിടെ ഗ്രിഡ് വരയ്ക്കാൻ തുടങ്ങി. 1 ഇഞ്ച് വിഡ്ത്തും 1 ഇഞ്ച് ഹൈറ്റും ഉള്ള ഗ്രിഡുകളാണ് വരയ്ക്കുന്നത്, അതായത് സ്ക്വയർ ബോക്സുകളാണ് വരയ്ക്കുന്നത്. അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രോയിങ് ആരംഭിക്കാം. ഞാനൊരു HB പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഔട്ട്ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ HB പെൻസിൽ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് ഓരോ സമചതുരവും നോക്കുക. ഓരോ സമചതുരവും നോക്കിയിട്ട്, അതായത് സ്ക്വയറുകൾ നോക്കുക. അത് നോക്കിയിട്ട് ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ എന്താണ് കാണുന്നത് ആ ഫോട്ടോ തന്നെ, ആ ഒരു സ്ക്വയറിനുള്ളിലെ പടം തന്നെ അങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അതായത് ആ ഒരു സ്ക്വയറിനുള്ളിലെ പടം തന്നെ നമ്മൾ പിക്ചറിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതുപോലെ തന്നെ വരച്ച് എടുക്കുക ഔട്ട്ലൈൻ. ഓക്കെ, വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഇനി ആ ഗ്രിഡുകളൊക്കെ നമുക്ക് മായ്ച്ച് കളയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് ഞാൻ ഓരോ HB പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഔട്ട്ലൈന് വേണ്ടി. നിങ്ങൾക്ക് HBയോ അല്ലെങ്കിൽ 2Bയോ ഏതെങ്കിലും ഒരു ലൈറ്റുള്ള പെൻസിൽ, അധികം ഫോഴ്സ് കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇതുപോലെ വരച്ചെടുക്കണം. ഒരു കാരണവശാലും ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കരുത്. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി ഷെയ്ഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റുള്ള പെൻസിൽ ഉപയോഗിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ അത് മായ്ച്ച് രണ്ടാമത് വരയ്ക്കുക. കാരണം ഈ ഒരു മെത്തേഡ്, ഗ്രിഡ് മെത്തേഡ് വഴി വരയ്ക്കാൻ അറിയില്ലാത്ത ആദ്യമായിട്ട് വരയ്ക്കുന്നവർക്ക് പോലും വളരെ നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഫോണും ഒരു സ്മാർട്ട് ഫോണും അതുപോലെ ഒരു ആപ്പ് മാത്രം മതി. ഫഹദ് ഫാസിലിൻ്റെ ലിപ്പ് ഇനി വരച്ചു തുടങ്ങാം. ഈ ഗ്രിഡ് മെത്തേഡിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റി അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ലിപ്പ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ആ ഭാഗത്ത് ചെറിയൊരു അപാകത തോന്നി. അപ്പം തന്നെ നമുക്കത് മാറ്റി വരയ്ക്കാൻ സാധിക്കും. ഇതുവഴി ആ ക്യാരക്ടറിൻ്റെ അതേ ഭാവം തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഗ്രിഡ് മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കളം മാറി വരയ്ക്കുകയോ വല്ലതും ചെയ്തത്, ഞാനിപ്പോൾ ചെവി വരച്ചിരിക്കുന്ന എനിക്ക് കളം മാറിപ്പോയി, പക്ഷേ അത് നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഞാൻ മാറ്റി വരയ്ക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കളങ്ങൾ മാറിപ്പോകരുത്. ഓരോ കളവും എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് കറക്റ്റായിട്ടുള്ള ധാരണ വേണം. അതിനോട് നമ്പർ ഇടുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഔട്ട്ലൈൻ, ഫഹദ് ഫാസിലിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഒരു 2B പെൻസിൽ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ട് കൊടുക്കാം. ചില പോർഷൻസേ ഒന്ന് ചെറിയ ഡാർക്കായിട്ട് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. അടുത്ത് നമുക്ക് ഷെയ്ഡിങ് ആരംഭിക്കാം. നമ്മുടെ ഔട്ട്ലൈൻ എല്ലാം റബ്ബർ കൊണ്ട് നമ്മൾ മായ്ച്ച് കളഞ്ഞു. ഓക്കെ, ഔട്ട്ലൈൻ്റെ ഒന്നും കാണത്തില്ല. നമ്മൾ ഓൾറെഡി ഗ്രിഡിൻ്റെ ഔട്ട്ലൈൻ എല്ലാം കളഞ്ഞു. ഇനി ഓൾറെഡി നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് പോവുകയാണ്. 2B പെൻസിൽ ഉപയോഗിച്ചാണ് ഞാനിവിടെ ഷെയ്ഡിങ് ആരംഭിച്ചിരിക്കുന്നത്. 2B പെൻസിലും നിങ്ങൾക്ക് 2B, 4B, HB ഈ 3 പെൻസിലുകളാണ് നമ്മൾ ഷെയ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ഹാച്ചിങ് മെത്തേഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പെൻസിൽ പിടിച്ചിരിക്കുന്ന രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ലൈറ്റായിട്ട് ഓരോ ഷെയ്ഡ് എവിടെയൊക്കെയാണ് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഷെയ്ഡ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കരുത്. 2B, 4B അല്ലെങ്കിൽ HB ഇതിലേതെങ്കിലും പെൻസിൽ വേണം ഉപയോഗിക്കാൻ. ഓക്കെ, വളരെ അധികം പ്രഷർ കൊടുക്കരുത്. വളരെ ലൈറ്റായിട്ട് ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ പെൻസിൽ പിടിക്കുക.
അതുവഴി നിങ്ങൾക്ക് ഫോഴ്സ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഓരോ സ്ട്രോക്കുകളും വരയ്ക്കാൻ സാധിക്കും. ഓരോ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിങ്, ആ ഡയറക്ഷനിലേക്ക് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ഷെയ്ഡിങ് ആയിട്ടുള്ള ഹെയറിൻ്റെ ഷെയ്ഡിങ്ങിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ 6B ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഹെയറിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത് 6B പെൻസിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും 6B കുറച്ചും ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ കംപ്ലീറ്റ് 6B കൊണ്ടൊരു ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇതും അത്യാവശ്യം പ്രഷറിൽ അത്യാവശ്യം ലൈറ്റായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാലും നമ്മൾ 2B ഷെയ്ഡ് ചെയ്ത് തന്നെ ഫേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രഷർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം 6B ചെയ്ത് കഴിഞ്ഞു. ഞാൻ 6B തന്നെ ഉപയോഗിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പിരികം ചെയ്തിരിക്കുന്നത്. പിരികം ഇതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിലേക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക, ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ. ഇടയ്ക്ക് ഞാനിവിടെ ചെയ്തിരിക്കുന്ന പിരിയം കുറച്ച് ഡാർക്കായിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ചെയ്യുക, അത് കണ്ണ് വരയ്ക്കുന്നു. അതുപോലെ വേറൊരു കാര്യം, കൃഷ്ണമണി ഒരിക്കലും ഡാർക്കായിട്ട് കൊടുക്കരുത്, ഒരു ലൈറ്റ് ഷെയ്ഡ് വേണം. ഞാനിവിടെ ഒരു 2B കൊണ്ടാണ് കൃഷ്ണമണി കൊടുത്തിരിക്കുന്നത്, കണ്ണിൻ്റെ ഉള്ളിലെ ഷെയ്ഡ്. അത് വളരെ ലൈറ്റായിട്ട് തന്നെ കൊടുക്കണം, എങ്കിലേ കാണാൻ രസം ഉണ്ടാവുള്ളൂ. പിന്നീട് ചെറിയ ഹൈലൈറ്റ്സ്, ചെറിയ മാർക്കിംഗ് ഒക്കെ 2B കൊണ്ട് തന്നെ ചെയ്യാം. ഹെയറിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡിങ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ രണ്ടാമത്തെ ഷെയ്ഡിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് 10B പെൻസിലാണ്. 10B കാരണം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആർട്ട്ലൈൻ്റെ ഒരു പെൻസിൽ സെറ്റാണ്. അതിൻ്റെ 8B അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 10B യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ 6B കൊണ്ടാണ് ലിപ്പ് ഷെയ്ഡ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ലിപ്പിൻ്റെ ഡാർക്കായിട്ടുള്ള ഏരിയാസ് ഞാനൊരു മെക്കാനിക്കൽ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണ്. അധികം സ്പ്രെഡ് ആവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മൂക്കിൻ്റെ അടിയിലുള്ള ആ കറുത്ത പോർഷൻ ഞാൻ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത്. തുടർന്ന് അടുത്ത ഷെയ്ഡിങ് 4B ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഫേസ് ഷെയ്ഡിങ്ങിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിന് 4B ഉപയോഗിച്ചിരിക്കുന്നു. 2Bയുടെ മുകളിൽ കൂടെ എവിടെയൊക്കെയാണ് കുറച്ചും കൂടി ഡെപ്ത് വരേണ്ടത് അത് ഞാൻ ഫോട്ടോയിൽ നോക്കി ഞാൻ 4B യൂസ് ചെയ്തിരിക്കുന്നു. 4Bയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെയ്ഡിങ്. ഓക്കെ, 4B അത്യാവശ്യം നല്ല പെൻസിൽ തന്നെയാണ്. നമുക്ക് 2Bയുടെ കുറച്ചും കൂടി ഡാർക്കറാണ്, അപ്പോൾ അത്യാവശ്യം സ്ലോയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അധികം പ്രഷർ ഉപയോഗിച്ചിട്ടില്ല. തുടർന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 6B കൊണ്ട് ഒരു ചെറിയൊരു ഷെയ്ഡിങ്ങോ സൈഡിൽ കൂടെ എഡ്ജിലൊക്കെ ചെറിയൊരു മാർക്കിങ്ങൊക്കെ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു താടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, താടി മീശ. കാരണം ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു ഷേപ്പിൽ താടി വരയ്ക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കാരണം ചെറിയ ചെറിയ രോമങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 6B ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6B കൊണ്ട് വളരെ ലൈറ്റായിട്ട് ഓരോരോ രോമങ്ങളും പെറുക്കി വരച്ചിരിക്കുകയാണ് ഇവിടെ. കാരണം അല്ലാതെ താടി വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഷേവ് അല്ല, ക്ലീൻ ഷേവ് കഴിഞ്ഞിട്ട് താടി വളർന്നു വന്നിരിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ താടി രോമങ്ങളും പെറുക്കി വരയ്ക്കേണ്ട ഒരു ഗതികേടാണ്. എന്നാലും നല്ല രീതിയിൽ നമ്മൾ അതുപോലെ തന്നെ ഷെയ്ഡുകൾ കൊടുത്താൽ അത്രയും ഭംഗിയായിട്ടുള്ളൂ. ഞാനിപ്പോൾ 6B യൂസ് ചെയ്തിട്ടുണ്ട്. 6B 10B ആണ് നമ്മൾ അവസാനം യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ച് താടിയും മീശയും കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടി 6B 10B ഉപയോഗിക്കണം. ചെറുതായിട്ട് ഞാൻ കണ്ടോ ഒരു ഷെയ്ഡ് കയറുന്ന കണ്ടില്ലേ, ആ രീതിയിലേക്ക് 6B യൂസ് ചെയ്ത് ഷെയ്ഡിങ് കൊടുത്തു. ഇനി അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ ഡ്രസ്സിന് ഇതുപോലെ ചെറിയൊരു ഷെയ്ഡിങ് ആണ് കൊടുത്തിട്ടുള്ളൂ. അധികം കളറ് യൂസ് ചെയ്തിട്ടില്ല. കാരണം അധികം സ്ട്രോക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു വൈറ്റിൻ്റെ ഒരു ചെറിയൊരു വേരിയൻറ്റ് അത്രയും ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എവിടെയൊക്കെയാണ് ഷാഡോ നിൽക്കുന്നത് അതൊക്കെ നമ്മൾ 6B കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടത് എവിടെയാണ് കുറച്ച് ഡീറ്റെയിൽ കൊടുക്കേണ്ട ഭാഗത്ത് ചെറുതായിട്ട് 4B ഉണ്ടോ അല്ലെങ്കിൽ 6B ഉണ്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരു ചെറിയൊരു ഡീറ്റെയിൽ കൊടുക്കുക. ഇതിൻ്റെ കണ്ണിൻ്റെ അവിടെ
പോളയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ പെൻസിൽ ഡ്രോയിങ്, ഫഹദ് ഫാസിലിൻ്റെ പെൻസിൽ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.